ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മോട്ടോ ബുക്ക് 16 ഒരു റിവ്യൂ ആണ്. നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിനാണ് ഈ ബ്ലൂ കളർ ആയിരുന്നു. ഇത് ആക്ച്വലി നമ്മുടെ കോർ 7 എഡിഷനാണ്, i7 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഫുൾ മെറ്റാലിക് ബോഡിയാണ് കേട്ടോ. നമുക്ക് ആക്ച്വലി ഇതിലൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ എനിക്ക് ഇതിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 14 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേസ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ കാണിച്ചത് ഇത് ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ഉള്ളത്, അല്ലെങ്കിൽ മോട്ടോറോളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ എന്തോ സെയിൽസ് ഉണ്ട്, ഇന്നും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സെയിൽസിൻ്റെ ഇതിൻ്റെ പ്രൈസ് കൂടും. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് i7 വേരിയൻറ്റിൻ്റെ പ്രൈസ്, അതായത് ഇന്റൽ കോർ 7ൻ്റെ പ്രൈസ് വരുന്നത് 58 രൂപയാണ്, വിത്തൗട്ട് എനി കാർഡ് ഡിസ്കൗണ്ട് സംഭവമൊക്കെ. ഇത് നോർമലി പ്രൈസ് 65 റേഞ്ചൊക്കെയാണ് പ്രൈസ് വരിക. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം. ഇത് 512 GB വേരിയൻ്റെ വിലയാണ് കേട്ടോ. നിങ്ങൾ 1 TB വേരിയൻ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 62 രൂപയാണ്. ഇത് ആക്ച്വലി നമുക്ക് റാമും നമ്മുടെ മെമ്മറി കപ്പാസിറ്റിയും അപ്ഗ്രേഡബിൾ ആണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, റാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് 2-3-4 സ്ക്രൂ ഉണ്ട് ഇതുമേ, അത്രേ ഉള്ളൂ. ഫുൾ ബോഡി ഇത് മെറ്റൽ ബോഡിയാണ് കേട്ടോ, നമ്മുടെ മാക്ബുക്ക് ഒക്കെ പോലെ. അതുപോലെ തന്നെ ഒരു ഡാമേജസ് സംഭവമൊന്നും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ റെഗുലറായിട്ട് അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ യൂസിനാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കൊണ്ടു കിടക്കാനും സംഭവത്തിനൊക്കെ നമ്മുടെ ഇതിൻ്റെ കളേഴ്സിനോ സംഭവത്തിനൊന്നും ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. വിൻഡോസ് 11 ആണ്. ഞാൻ ആക്ച്വലി ഇതിൽ വിൻഡോസ് 11 ഹോം ആയിരുന്നു. ഞാനിത് അപ്ഗ്രേഡ് ചെയ്തിട്ട് പ്രോ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒഫീഷ്യലി അപ്ഗ്രേഡ് ചെയ്തിട്ട് പ്രോ ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ പ്രോയിൽ നമുക്ക് കുറച്ച് ബിസിനസ് ആപ്പുകളും അതുപോലെ തന്നെ ബിറ്റ് ലോക്കറും അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും കാണാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നില്ല, അതാണ് ഇതിൻ്റെ മെയിൻ കോൺ എന്ന് പറയാനുള്ളത്. പക്ഷേ നമുക്ക് ഫേസ് അൺലോക്ക് വരുന്നുണ്ട്, നമ്മുടെ വിൻഡോസ് ഹലോ എന്ന സാധനം വരുന്നുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 60,000 രൂപയുടെ റേഞ്ചിലൊക്കെ നല്ലൊരു, ഇത് ആക്ച്വലി നമുക്ക് ഗെയിമിങ്ങിനൊന്നും പറ്റില്ല, അത് വേറെ കാര്യം. ഇതിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്, പക്ഷേ വേറെ ഒഫീഷ്യൽ ഗ്രാഫിക്സ് കാർഡൊന്നും വരുന്നില്ല. ഒരു തിൻ ആൻഡ് ലൈറ്റ് ഓഫീസ് പർപ്പസ് ലാപ്ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം പവർഫുൾ ആണ്. പക്ഷേ ഗ്രാഫിക്സ് വർക്കിനോ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് വർക്കിനൊക്കെ നമുക്ക് ഈ i7 വേരിയൻ്റ് ഉപയോഗിക്കാം. അല്ലാത്തതിനൊന്നും നമ്മൾ റെക്കമെൻഡ് അല്ല കേട്ടോ. ഇതിൽ 16 GB റാമാണ് വരുന്നത്. അതുപോലെ തന്നെ 1.4 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നിട്ടാ. പിന്നെ നമുക്കിതിൽ വിൻഡോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 11 ഹോം വരുന്നുണ്ട്, MS ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ കാർഡ് ഡിസ്കൗണ്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. SBI ആണെങ്കിൽ 5000 രൂപ, ബാക്കി ഏത് കാർഡായാലും 3500 രൂപ കാർഡ് ഓഫർ വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടോ ആക്സിസ് ബാങ്ക് ആണെങ്കിൽ 6200 രൂപയും, ഫ്ലിപ്കാർട്ട് ആക്സിസും ഫ്ലിപ്കാർട്ട് SBI ആണെങ്കിലും 6000 to 7000 രൂപ ഓഫ് വരുന്നത് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ചേഞ്ച് ഓഫറും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് ഓഫറും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് നിങ്ങളുടെ ലാപ്ടോപ്പ് ഓൺ ആവണമെന്ന് വെച്ചാൽ ഇവർ വന്നിട്ട് ഒരു ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെയാണ് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ചെയ്യുക ലാപ്ടോപ്പിൻ്റെ, നമ്മുടെ ഫോൺ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യമില്ല. അല്ലെങ്കിൽ അവർ കാണിച്ച ഇതുപോലും തരില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ വാറണ്ടി, ഞാൻ ആക്ച്വലി പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി ഞാൻ ഓപ്പൺ ഒക്കെ ചെയ്ത് നോക്കിയിരുന്നു. ഇതിൻ്റെ മിക്ക പ്രൊഡക്ട്സുകൾ, അതായത് മിക്ക പാർട്സുകളും ലിനോവേൻ്റെയാണ്. അതായത് മോട്ടോറോള ഇപ്പോൾ ലിനോവേൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് ബ്രാൻഡാണ് മോട്ടോറോള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പാർട്സും അതുപോലെ തന്നെ സർവീസ് സെപ്പറേറ്റ് ആണെങ്കിലും മോസ്റ്റ്ലി പാർട്സും കാര്യങ്ങളൊക്കെ ലിനോവയുടെ ആയതുകൊണ്ട് തന്നെ പാർട്സ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. മോട്ടോറോളയ്ക്ക് സെപ്പറേറ്റ് നമുക്ക് ഇവരുടെ ഈ മോട്ടോ ബുക്കിന് സെപ്പറേറ്റ് നമ്മുടെ എന്താ പറയുക സർവീസ് സെൻ്ററുകളുണ്ട്. മിക്ക സാധനങ്ങളും തേർഡ് പാർട്ടിയാണ്. നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് ആക്ച്വലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ട്വിറ്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് മെസ്സേജുകൾ വരുന്നു, ഞാനൊന്ന് സൈലൻ്റ് ആക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡയറക്റ്റ്ലി സർവീസ് ഉണ്ട്, നമുക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ അവരുടെ കോൺടാക്ട് നോക്കിയിരുന്നു. അപ്പോൾ ഒരു സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒഫീഷ്യൽ സർവീസ് അല്ല, തേർഡ് പാർട്ടി സർവീസുകളാണ് കേട്ടോ. നമുക്കിതിൽ പോർട്ടിൻ്റെ കാര്യം പറയാനുള്ളത് 2 തണ്ടർബോൾട്ട് പോർട്ട് വരുന്നുണ്ട്, Type C. പിന്നെ നമുക്കൊരു Type A പോർട്ട് വരുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ഇത് ഓഫ് ആണെങ്കിലും നമുക്ക് വേറെ എന്താ പറയുക ലാപ്ടോപ്പല്ല മൊബൈലൊക്കെ നമുക്ക് ഇതുപോലെ ചാർജ് ചെയ്യാൻ പറ്റും. ഇത് ഓൾവേസ് പവർ വരുന്ന ഒരു മോഡലാണ്. പിന്നെ നമുക്കൊരു ഓക്സ് കേബിൾ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്, ഇങ്ങനത്തെ ഒരു ബട്ടണാണ്. ഇത് കുറച്ച് നെഗറ്റീവാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഓൺ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു SD കാർഡ് സോട്ടുണ്ട്. ഞാൻ ആക്ച്വലി 512 GB SD കാർഡ് ഇട്ടുണ്ട്. പിന്നെ 2 Type A പോർട്ടും എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ഇത് നമുക്ക് ആക്ച്വലി 1 ഹാൻഡ് ഓപ്പണിങ് പോസിബിൾ ആണ്. ഓൾറെഡി ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ട് കണ്ടു. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൽ സാധനം ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളും കണ്ടു. പിന്നെ ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ചാണ്, ഫ്ലെക്സോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഡിസ്പ്ലേ ടോപ്പ് എന്ന് തന്നെ പറയാം. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. നമ്മുടെ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒക്കെ ഫോണിലത്തെ വരുന്ന ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാട്ടെ. നിങ്ങൾക്ക് മീഡിയ കൺസ്ട്രക്ഷനൊക്കെ കിടിലൻ സാധനം. പക്ഷേ അത് 14 ഇഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല കണ്ടു. ഇത് നമുക്ക് വിൻഡോസ് ഹലോ ഫീച്ചറാണ് കണ്ടു, ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയി കണ്ടു.
വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പം എന്താ പറയണ്ടത്, ഇപ്പോൾ നമുക്ക് ഇനി ഒരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ മിക്കവാറും വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ആക്ച്വലി അസൂസിൻ്റെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് വിൻഡോസിൻ്റെ വേറൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മിക്കവാറും അത് വന്നിട്ടുണ്ടായിരിക്കണം. പിന്നെ ബാക്കിയെല്ലാം നല്ല നല്ല സ്നാപ്പിയാണ്, എന്താ പറയുക, നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഞാനിതിൻ്റെ ഇത് പറഞ്ഞുതരാം. ഇതിന് ഞാൻ ആക്ച്വലി നമ്മുടെ സെറ്റിൻ്റെ ആൻറ്റിവൈറസ് ഉപയോഗിക്കണം കേട്ടോ. അത് മാറ്റാറായിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ മിക്ക എല്ലാ സ്ഥലത്തിലും ആൻറ്റിവൈറസ് യൂസ് ചെയ്യാറുണ്ട്. അത് വേറെ കാര്യം, എൻ്റെ എല്ലാത്തിലും യൂസ് ചെയ്യാറുണ്ട്. മെയിൻ സംഭവം നമ്മൾ യൂസ് ചെയ്യാറുള്ളത് തന്നെ നോർട്ടനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇൻ്റൽ ഗ്രാഫിക്സ് വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്ത് പോയിക്കോളൂ. അങ്ങനെ ഇതാണ് ആ സാധനം. ഇതിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് അവർ കാണിക്കുന്നുണ്ട്. ഇൻ്റൽ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ, ഇതാണ് സംഭവം. ഇതിലിപ്പോൾ അപ്ഡേറ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. 8 GB VRAM വരുന്നുണ്ട് ഇതിൽ. അത് ആക്ച്വലി ഷെയർഡാണ്, നമ്മുടെ റാം എന്ന് എടുക്കുക. അപ്പോൾ നിങ്ങൾ റാം അപ്ഗ്രേഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഓവറോൾ നിങ്ങളൊരു എന്താ പറയുക അത്യാവശ്യം ഹെവി പർപ്പസിനായിട്ടും നമുക്കിതിൽ ഇപ്പോൾ i7 വേരിയൻറ്റിലൊക്കെ സുഖമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും അതിന് നല്ലതുള്ളത് ഗ്രാഫിക്സ് കാർഡ് ഉള്ള മോഡലിൽ നിങ്ങൾ വാങ്ങിക്കായിരിക്കും. അതുപോലെ തന്നെ ഗ്രാഫിക്സ് വർക്കും കാണാനൊക്കെ. പക്ഷേ നിങ്ങളൊരു ഓവറോൾ ഒരു ചെറിയൊരു ലാപ്ടോപ്പ്, പ്രത്യേകിച്ച് പോർട്ടബിൾ ലാപ്ടോപ്പ് ബിസിനസ് പർപ്പസിനും ക്യാരി ഒക്കെ ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ സാധനം നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ണും പൊട്ടി വാങ്ങിക്കാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൂസിൻ്റെ നമ്മുടെ എക്സ്പേർട്ട് ബുക്ക് എന്നൊരു സാധനം ഉണ്ട്. അതും അത്യാവശ്യം നല്ല പ്രൈസ് ടു വാല്യൂ തരുന്നൊരു മോഡലാണ്. നമുക്കതും ഓൺലൈൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ്. അത് വേണമെങ്കിൽ ടാഗ് ചെയ്യാം. ഇതിന് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് വീഡിയോൻ്റെ ഇതിൽ കാണാം. നിങ്ങൾ ഡെല്ലും HP ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കും നല്ലത്. ഇവരൊക്കെ ചുമ്മാ പാർട്സ് ഓരോ ബ്രാൻഡിൻ്റെ പാർട്സ് വാങ്ങിച്ചിട്ട് അസംബിൾ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഡെൽ HP ഒക്കെ. സർവീസും നല്ല ഷോക്കാണ്. നമ്മൾ ഓൾറെഡി മുമ്പ് വീഡിയോ ഉണ്ടെന്ന് എൻ്റെ ഡെല്ലും ഉണ്ട്, വേറെ ഓഫീസ് ലാപ്ടോപ്പൊക്കെ ഡെല്ലിൻ്റെ. അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഇപ്പോൾ ഈ മോട്ടോ ബുക്ക് വേണമെന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അസൂസിൻ്റെ വാങ്ങിക്കാം. അസൂസ് ആയാലും നല്ല ടോപ്പ് സാധനം. എന്ന് വെച്ചാൽ അവരൊക്കെ ഈ എന്താ പറയുക ഹാർഡ്വെയർ മാനുഫാക്ചറാണ്. നിങ്ങൾ ഏത് ലാപ്ടോപ്പ് തുറന്നു നോക്കിയാലും മിക്ക സംഭവവും ചിലപ്പോൾ അസൂസിൻ്റെ ആയിരിക്കും, മദർ ബോർഡ് അടക്കം. അതുപോലെ തന്നെ പിന്നെ ലിനോവോൻ്റെ അത്യാവശ്യം നല്ലത് ഇപ്പോൾ നല്ല സാധനമാണ് കിട്ടുന്നത്. പിന്നെ MSI ഒക്കെ ഉണ്ട്, പക്ഷേ MSI നല്ല സാധനം തന്നെയാണ്. പക്ഷേ നമുക്ക് സർവീസ് ഇഷ്യൂ ഇവിടെ കുറച്ച് സർവീസ് പ്രോബ്ലം ഉണ്ട്. അല്ലെങ്കിൽ സാധനം നല്ല ടോപ്പ് സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ എന്തായാലും ഹൈലി റെക്കമെൻഡ് സംഭവം തന്നെയാണ്. നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ i7 വേരിയൻറ്റ് വാങ്ങിച്ചാൽ മതിട്ടാന്ന് വെച്ചാൽ i5 ആയാലും ഭയങ്കരമായിട്ട് സംഭവം കുറയും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എക്സ്പേർട്ട് ബുക്കിലേക്കൊക്കെ പോയിരിക്കും നല്ലത്. എക്സ്പേർട്ട് ബുക്ക് ആക്ച്വലി ഒരു ബിസിനസ് ലാപ്ടോപ്പാണ്, പക്ഷേ അതിൽ കുറേ ഫീച്ചേഴ്സ് സംഭവമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ബോഡി അല്ല എന്നുള്ളത്, മെറ്റൽ ബോഡി വേരിയൻ്റ് അതിൽ വരുന്നുണ്ട്, പക്ഷേ അതിൽ പ്രൈസ് കൂടുതലാണ്. നിങ്ങൾ ഈ റേഞ്ചിൽ അസൂസിൻ്റെ എക്സ്പേർട്ട് ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റൽ ബോഡി കിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. മെറ്റൽ ബോഡി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം തന്നെ വാങ്ങിക്കേണ്ടി വരും. പിന്നെ 14 ഇഞ്ച്, ഇതിൽ ആക്ച്വലി 14 ഇഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. 14 ഇഞ്ച് നിങ്ങൾക്ക് വേറെ സ്ക്രീൻ സൈസ് ഒന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ല അത്യാവശ്യം ഒരു ഭയങ്കര വലുതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നമുക്ക് യൂസബിൾ ആയിട്ടുള്ളൊരു ട്രാക്ക് പാഡ് തന്നെയാണ് വരുന്നത്. നമുക്കിതിൽ എന്താ പറയുക അഡ്ജസ്റ്റഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വൈറസ് അപ്ഡേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 2.5 GHz ഇൻ്റൽ കോർ i7 240H പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ പ്രൊസസ്സറിൻ്റെ ആ ലാസ്റ്റ് വേർഡ് നോക്കണം. H ആണ് ഏറ്റവും കൂടുതൽ പവർഫുൾ വരുന്നത്. H വേറെ ഉണ്ട്, മിനിമം H എങ്കിലും വാങ്ങിക്കാൻ നോക്കുക. അതിൻ്റെ H വേറെ എന്താ പറയുക ആൽഫബറ്റ് വരുന്നത് വാങ്ങിക്കാണ്ടിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഹെവി എന്താ പറയുക പർപ്പസിനൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ കേട്ടോ. എന്താ വെച്ചാൽ കുറേ പേര് വില കുറഞ്ഞിട്ട് അങ്ങനത്തെ പ്രൊസസ്സറൊക്കെ കൊടുക്കും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇതുവരെയായിട്ട് ഡാമേജസോ എന്താ പറയുക ക്വാളിറ്റി ഇഷ്യൂസോ അങ്ങനെ സംഭവങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. സുഖമായിട്ട് കണ്ടു. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് നമ്മുടെ മാക്ബുക്ക് പോലെ തന്നെ ഇത് എന്താ പറയുക ഷട്ട് ഡൗൺ ഒന്നും ചെയ്യണ്ട. അല്ലാണ്ട് തന്നെ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ സുഖമായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഞാൻ മിക്കവാറും ഷട്ട് ഡൗൺ ചെയ്ത് വെക്കാറുണ്ട്. നമുക്ക് പിന്നെ ഇൻസ്റ്റൻ്റല്ലോ നമുക്കിതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, കണ്ടു പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരും. ഇത് നമ്മുടെ ഐറിസ് സ്കാനറാണ്. ഇത് നമ്മുടെ എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഒരേ അക്കൗണ്ട് മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അതിൽ പിന്നെ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഫിംഗർ പ്രിൻ്റ് ഇല്ല എന്നുള്ളൊരു നല്ലൊരു ഡ്രോബാക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക പ്രത്യേകിച്ച് ഇതിൻ്റെ സ്പീക്കറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്പീക്കർ തന്നെയാണ്. അത്യാവശ്യം ലൗഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മീഡിയ കൺസപ്ഷനൊക്കെ പ്രത്യേകിച്ച് പോർട്ടബിൾ യൂസിനൊക്കെ മീഡിയ കൺസപ്ഷൻ നല്ലത് യൂസ് ചെയ്യാൻ പറ്റും. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് വരുന്നത്. നമുക്ക് ഓൾറെഡി ബോക്സിൽ വരുന്നുണ്ട്. ശരിക്കും ആ PD ചാർജിങ് ആണ്. ആ സാധനം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഓവറോൾ നല്ലൊരു വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വിക്ക് റിവ്യൂ. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടു. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. മനസ്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതിട്ടാ. അടുത്ത് കാണാം.